ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പൈനാപ്പിളും അതുപോലെ നല്ല ബ്ലാക്ക് മുന്തിരിയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. പഞ്ചസാരയൊന്നും ഒട്ടും ചേർക്കാതെയാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ നമ്മൾ പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് മുന്തിരിയാണ്. അപ്പോൾ ബ്ലാക്ക് മുന്തിരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി തൊലി കളഞ്ഞതും അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തോരം മധുരം വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് തേനും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം തേൻ ചേർത്ത് കൊടുത്തു. പിന്നെ അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഇതൊന്ന് അടിച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിളിൻ്റെ പീസൊന്നും ശരിക്കും അരിഞ്ഞ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുത്തപ്പോൾ തന്നെ അത് നല്ല ഇങ്ങനെ പതഞ്ഞിട്ടാണ് ഇരിക്കുന്ന ജ്യൂസ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോഡയാണ് കേട്ടോ. നല്ലതുപോലെ തണുപ്പിച്ചിട്ടുള്ള സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. സോഡയ്ക്ക് പകരം 7up ആയാലും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ആ ഒരു സോഡ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തരിപ്പും എല്ലാം ചേർത്ത് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ചൂടത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ ഇതുപോലൊരു ജ്യൂസ് കിട്ടിയ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്